കമ്പനിയിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ആകുമ്പോൾ അതിന് വേണ്ട മൂല്യങ്ങൾ വെച്ചാണ് അവര് അതിന് വില നിർണ്ണയിക്കുന്നത്. ഈ കടലിൽ നിന്ന് പിടിച്ചോണ്ട് വരുന്നത് 500 രൂപയ്ക്ക് മേടിച്ചോണ്ട് പോകുന്ന മീൻ അവര് മേടിക്കുന്നത് 2000-3000 രൂപയൊക്കെയാണ് അവര് മേടിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാപട്യവും കപടതയൊക്കെ ദൈവം ക്ഷമിക്കത്തില്ല. അതുകൊണ്ടാ കടലിൽ കിടക്കുന്ന മീനെല്ലാം അവിടെ തന്നെ ഉരുങ്ങിയില്ലാതായി പോവുക. ഇപ്പൊ വലയിടുമ്പോ അതിനകത്ത് മുള്ളേ ഉള്ളു, മീനില്ല, മാംസമൊന്നുമില്ല, മുള്ള് മാത്രം. എസ്എച്ച്എൽ 37 പറയുന്ന പോലെ അസ്ഥികളുടെ താഴ്വരയായി വരികയാണ് കടലിൽ. ഇവിടെ നേരത്തെ 3-4 വർഷത്തിന് മുമ്പേ കർത്താവ് വെളിപ്പെടുത്തി തന്നതാണ്, കടലിലെ മത്സ്യസമ്പത്ത് ഇല്ലാതാകും, ജലാശയങ്ങളിൽ മത്സ്യം കിട്ടാതാകുമെന്നൊക്കെ നേരത്തെ തന്നെ കർത്താവ് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. പ്രകൃതി ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അയ്യോ പൊത്തമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂടി അലറിക്കൊണ്ട് ഓടാനായിട്ട് തയ്യാറായാൽ യാതൊരുവിധ പ്രയോജനം ഉണ്ടാകത്തില്ല. കർത്താവ് പറയുന്നുണ്ട്, അന്ന് നിങ്ങളുടെ കരച്ചിലോ കണ്ണുനീരോ ആരും കാണുകയില്ല, കേൾക്കുകയില്ല. എന്നാൽ നിങ്ങൾക്ക് അതിനാണ് മുൻകൂട്ടി തന്നെ നിങ്ങൾക്ക് അറിയിപ്പ് തരുന്നത്. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. അപ്പോഴ് നമുക്ക് പരിപൂർണ ആന്തരിക സൗഖ്യം കിട്ടുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ സുഖം പ്രാപിക്കുന്നത്. തലവേദന, ക്യാൻസർ, കിഡ്നി സംബന്ധമായ രോഗങ്ങള്, മാനസിക രോഗങ്ങള് ഇതെല്ലാം ഉണ്ടാകും. മാനസിക രോഗം എങ്ങനെ ഉണ്ടാകുന്നത്? മാനസിക രോഗത്തിന്റെ കാരണം എന്തുവാ? എങ്ങനെയാ മാനസിക രോഗം ഉണ്ടാകുന്നത്? ഭയമാണ് മാനസിക രോഗത്തിന്റെ കാരണം. ഭയം. ഒരു വ്യക്തിക്ക് ശക്തമായ ഭയം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് സാവകാശം ഡിപ്രഷനിലേക്ക് മാറുന്നു. ഡിപ്രഷൻ അവസാനം മാനസിക വിഭ്രാന്തിയായി തീരും. കുടിക്കത്തില്ല, നനയ്ക്കത്തില്ല, ഭക്ഷണം കഴിക്കത്തില്ല, സംസാരിക്കത്തില്ല, പല്ല് തേക്കത്തില്ല, യാതൊരു പ്രവൃത്തികളും ചെയ്യില്ല. എവിടെങ്കിലും എടുത്ത് മാറി വികൃതമായിട്ട് മാറി. പിശാച് ബാധയിലൂടെ ഭയം ഉണ്ടാകും. പിശാച് ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഡോക്ടർമാരുടെ കൊണ്ടുവന്നാൽ അവര് മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ എടുക്കും. അത് കഴിഞ്ഞ ശേഷം മയങ്ങാനുള്ള ഗുളിക തരും. മയക്കി കിടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരേതാണ്ട് 75% മാനസിക രോഗത്തിന്റെ അവസ്ഥയിൽ അവരെത്തിക്കഴിഞ്ഞു. അവരുടെ അസുഖം എന്തുവാ? പൈശാചികമായ പീഡനമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഉച്ചാരണ പ്രാർത്ഥന നടത്തുന്നത്. മരുന്നുകൊണ്ട് സുഖമാകാത്ത രോഗങ്ങള്, പൈശാചികമായ ബന്ധനങ്ങള്, കുടുംബ തകർച്ചകൾ, ഇതിനെയാണ് ഉച്ചാരണ പ്രാർത്ഥന നടത്തുന്നത്. അത് ഉച്ചാരണ പ്രാർത്ഥനയ്ക്ക് പേര് കൊടുക്കുന്നവര് ഇവിടുത്തെ എന്തോ അത്യാവശ്യം സാധിക്കാനായിട്ടാണ് സാധാരണ പേര് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ വന്നതിന് ശേഷം പിന്നെ ഇല്ല. എപ്പോഴും നിങ്ങള് 2 ആഴ്ച അല്ലെ ഒരാഴ്ചയൊക്കെ വന്നു കഴിയുമ്പം നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കും. 3 എണ്ണം പൂർത്തീകരിക്കാൻ ഒരിക്കലും അനുവദിക്കത്തില്ല, വിടത്തില്ല. വിചാരിച്ചു ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അവിടെ സൃഷ്ടിക്കും. അതിനെല്ലാം അതിജീവിച്ച് വന്നെങ്കിൽ മാത്രമേ ഇതിലിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിരുന്ന് കഴിഞ്ഞാല് പൂർണ്ണ വിടുതൽ കിട്ടുമെന്നുള്ളത് പിശാചിന് അറിയാം. ഓരോരുത്തരും ഫോണിലൂടെ വിളിച്ചിങ്ങനെ തന്ത്രമായിട്ട് അവർ ബ്രദറെ അവിടെ ഇരുന്നപ്പോ കേട്ടില്ല. ഉച്ചാരണ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തുവാണ്, കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് അറിഞ്ഞില്ല, എങ്ങനെയാ കൗൺസിലിംഗ് എന്ന് അറിയത്തില്ലായിരുന്നു. ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ? നിങ്ങള് ഉണ്ടോ? കേൾക്കാത്തവര് പറയണം.
വന്നിട്ട് ഫോണിലൂടെയൊക്കെ വിളിച്ചിട്ട് കൗൺസിലിങ് എങ്ങനെയാ അത് എന്തുവാന്ന് അറിയത്തില്ല. ഇന്ന് ആദ്യമായിട്ട് വന്നിരുന്ന കാര്യങ്ങൾ കരുത്. ഇന്ന് ആദ്യമായിട്ട് വന്നിട്ടുള്ളവർ ആദ്യമായിട്ട് 3, 4, 5, 6, 7 പേരിന്ന് ആദ്യമായിട്ട് വന്നിട്ടുണ്ട്. കൈവാസിക യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് സന്ദേശത്തിൽ ആദ്യമായിട്ട് വരുന്നത് തന്നെ ആത്മഹത്യാ പ്രവണതയാണ്. 7 പേര് അങ്ങനെയുള്ളവർ ഈ കൂട്ടത്തിലുണ്ടെന്ന് കർത്താവ് പറയുന്നു. മരിക്കണം എന്നുള്ള ചിന്തയോട് കൂടി വന്നിട്ടുള്ള 7 പേര് ഈ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ കൈയൊന്നും പൊക്കണമെന്നില്ല. ഈ മരിക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടി വന്നിട്ടുള്ള ആ 7 മക്കളെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുക. യേശുവേ നന്ദി. ഡയബറ്റീസിന്റെ രോഗം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. 5 പേര് ഡയബറ്റീസ് രോഗത്തിൽ നിന്ന് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഭയം, ആകുലതയാണ് ഡയബറ്റീസിന്റെ കാരണം എന്ന് പറയുന്നത്. എത്രമാത്രം നമ്മൾ ആകുലതപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുന്നുണ്ടോ അത്രയും രോഗം നമ്മളിൽ ശക്തി പ്രാപിക്കും. ഡയബറ്റീസ് ഉള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദി. ഹല്ലേലൂയ. അതീവ ശക്തമായിട്ടുള്ള നെഞ്ചിടിപ്പ് ഇങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് അതിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള നെഞ്ചരിച്ചില് യേശുവേ നന്ദി. മഞ്ഞപ്പിത്തത്തിന്റെ രോഗാണുക്കളുള്ളവര് ഈ കൂട്ടത്തിലുണ്ടെന്ന് കർത്താവ് പറയുന്നു. ഭയങ്കര ക്ഷീണം, തളർച്ച, കിടക്കണമെന്നുള്ള തോന്നല്, ഭക്ഷണത്തിനോട് താല്പര്യമില്ല, ഇങ്ങനെയുള്ള അവസ്ഥകളാണെന്ന് കർത്താവ് പറയുന്നു. ഇങ്ങനെയുള്ള അനുഭവമുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ നിർത്തുക. കിടക്കണമെന്നുള്ള തോന്നല്, ക്ഷീണം, തളർച്ച, ഭക്ഷണം കഴിക്കാനുള്ള തോന്നല് ഇല്ല, ഭക്ഷണം കഴിക്കാണ്ട് വരുമ്പോൾ വേണ്ട, ഇവിടെ പോയിട്ട് നിങ്ങളുടെ ബ്ലഡ് പരിശോധിച്ച് നോക്കാനായിട്ടാണ് കർത്താവ് പറഞ്ഞത്. നന്ദി. ശക്തമായിട്ടുണ്ടാകുന്ന ചെവിവേദന, വലത് ചെവിക്കുണ്ടാകുന്ന വേദന കർത്താവ് സൗഖ്യം തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. സൗഖ്യം കിട്ടിയവരെ സാക്ഷ്യപ്പെടുത്താത്തത് മൂലം ഉണ്ടായ വേദന വീണ്ടും കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായിട്ട് കർത്താവ് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ചെവിക്ക് വേദന ഉണ്ടായിരുന്നത് അത് മാറി, സാക്ഷ്യപ്പെടുത്തിയില്ല, വീണ്ടും ചെവി വേദന അനുഭവപ്പെടുത്തി. ചെവി വേദന ഉള്ളവർ കരം കയറുക. യേശുവേ നന്ദി. വയറിനകത്ത് കുത്തി പരിക്കുന്ന പോലുള്ള വേദന, പൊക്കലിന് ചുറ്റും കുത്തിപ്പറിക്കുന്ന പോലുള്ള വേദന അനുഭവപ്പെടും. ഈ വേദനയെന്ന് കർത്താക്കോട് ഇവിടുത്തെ നിന്ന് 2 പേരെ അനുഗ്രഹിക്കുന്നുണ്ട്. യേശുവേ നന്ദി. ഇങ്ങോട്ട് വരുന്ന സമയത്ത് വഴിതെറ്റിപ്പോയി വന്നവരായിരുന്നുണ്ടെ കരങ്ങൾ എഴുതുക. ഇങ്ങോട്ട് വരുന്ന സമയത്ത് വഴിതെറ്റി പോയ വ്യക്തികൾ, നേരത്തെ ഇതുപോലെ വഴിതെറ്റി വന്ന വ്യക്തിയുടെ കാര്യങ്ങളെ പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ഫോണിലൂടെ എന്നെ വിളിച്ചിട്ട് പറയുന്ന, ബ്രദറെ ഞാൻ സ്വന്തം വീട്ടിലോട്ട് പോകാൻ തന്നെ വേറെ വീട്ടിൽ നിന്ന് കയറും. ഇവിടെ വെളിപ്പെടുത്താതെ നിശ്ചയമായിട്ട് ഇതിനകത്ത് പോയത്. അന്നിവിടെ പറഞ്ഞാലും ഇങ്ങനെയുള്ള വ്യക്തി സ്വന്തം വീട്ടിൽ പോലും ഇനി ചെന്ന് കയറാൻ പറ്റത്തില്ല, വഴിതെറ്റി വേറെ അവരുടെ ചെന്ന് കയറി. ഇന്ന് വഴിതെറ്റി വന്നവരുടെ കരങ്ങൾ കയറുക.
യേശുവേ നന്ദി. ഇവിടെ എന്റെ കാര്യമാണോ നിങ്ങൾ സംശയിക്കണ്ട. ഇവിടെ ഒരാളാ കൈവരിച്ച. പക്ഷെ ഇന്ന് വഴിതെറ്റി വന്ന 3 പേര് ഈ കൂട്ടത്തിലുണ്ട്. 3 പേര് ഇത് തന്നെയാണോ വഴിയെന്ന് സംശയിച്ച് വന്ന വ്യക്തികളുണ്ട് ഈ കൂട്ടത്തിൽ. 3 പേരുണ്ടെന്ന് പറയുന്നത്. ഇതിന് വീണ്ടും നിങ്ങളിനിയും ചെല്ലുന്ന നിങ്ങളുടെ സ്വന്തം ഭവനത്ത് ചേർന്ന് ലക്ഷ്യം മറന്നുപോകും. നമ്മുടെ ഫോണിലൊന്നും വിളിച്ചിട്ട് ഇപ്പൊ ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരെ കൊണ്ട് വിളിപ്പിക്കുന്നു. ഈ വഴിതെറ്റിയ ആളന്മാര് വേറെ ആൾക്കാരെ കൊണ്ടാണ് വിളിപ്പിച്ചിട്ട് പറയുന്നത്, അത് ഇങ്ങനെ എന്റെ ഭാര്യ ഇപ്പൊ വരുമ്പോഴ് വേറെ വീട്ടിലേക്കായിരുന്നു കയറുന്നത്. പെണ്ണുമ്പിള്ള എവിടെ വന്നിരുന്നിട്ട് പറയാതെ വീട്ടിൽ പോയോ. അവസാനം വീട്ടിൽ കയറേണ്ടതിന് പകരം അയലത്തെ വീട്ടിൽ ചെന്ന് കയറും. പോകുന്ന ദിക്ക് തെറ്റിപ്പോവും. കയറേണ്ട വണ്ടിയിലല്ല കയറേണ്ട, വേറെ വണ്ടിയിലൊക്കെ ചെന്ന് കയറും. ഇത് അനുഭവമായി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇതേപോലൊരു സംഭവം നേരത്തെ ഉണ്ടായി. കറ്റാണത്തുനിന്ന് കുറച്ച് പേരുടെ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിരുന്നു. വാഹന അപകടത്തിൽ ഭയമുള്ളവര് കരങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ സന്ദേശം തന്നു. വാഹന അപകടത്തിൽ അതീവ ഭയം ഉണ്ടായിരുന്നവരുടെ ഉണ്ടായിരുന്നു. ഒന്നും അനങ്ങിയില്ല, അനങ്ങാതെ കുത്തിയിരുന്നു. അവസാനം ഇവിടുന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് അവർ പുറത്തോട്ട് പോകുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ വന്നിരുന്ന ഒരു വണ്ടി പുറകോട്ടെടുക്കുന്ന സമയത്ത് ആ വണ്ടിയുടെ ടയറിന്റെ കീഴിൽ കയറി. ഇവിടെ ഇരുന്നപ്പോ പറഞ്ഞപ്പോഴൊന്നും വെളിപ്പെടുത്തിയിട്ടൊന്നും മിണ്ടിയില്ല. വാ തുറക്കാതെ ഇരുന്ന് അവസാനം അത് അനുഭവത്തിലേക്ക് വരികയും ചെയ്ത്. ഇത് ഇന്നലെ നാളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. കാരണം അവിടെ നമ്മള് ദൈവനാമമാണ് ദുഷിപ്പിക്കുന്നത്. അതിന്റെ അടയാളമാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. ദൈവസന്നിധിയിൽ അത് വെളിപ്പെടുത്താതിരുന്ന് കഴിയുമ്പോഴേ ഇന്നലെ നാളെ അപകട മരണത്തിലൊക്കെ നമ്മൾ ചെന്ന് അകപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്തസ്രാവക്കാരിക്ക് ഈശോ സൗഖ്യം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും അംഗീകരിക്കുമായിരുന്നു, അവളെ ആരെങ്കിലും സ്വീകരിക്കുമായിരുന്നു. അപ്പോഴേ ദൈവം നമുക്ക് തരുന്ന വിടുതലാണ് സന്ദേശം. അത് സാക്ഷ്യപ്പെടുത്താനും നമ്മള് കരങ്ങളെഴുതി സാക്ഷ്യപ്പെടുത്തിയിട്ട് പിന്നെ ഉപകാരസ്മരണ എഴുതിയിട്ട് നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുറവുകളാണ് പരിഹരിക്കുന്നത്. അവിടെ നമ്മൾ മാനുഷികമായിട്ട് ഒരിക്കലും അത് ചിന്തിക്കേണ്ട പാടില്ല. ദൈവാത്മാവിനെതിരായിട്ട് ഏതെങ്കിലും ഒരു വാക്ക് നമ്മൾ ഉപയോഗിച്ചാല് അത് നമ്മുടെ ജീവിതത്തിലെ വലിയ പരാജയത്തിന് കാരണമാകും. അത് ചെറുതല്ല സംഭവം. ഏതെങ്കിലും രീതിയിൽ ദൈവാത്മാവിനെതിരായിട്ട് നമ്മൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യേണ്ട തയ്യാറായി കഴിഞ്ഞാൽ ഇന്നലെ നാളെ നമ്മുടെ മക്കൾ നല്ല ബുദ്ധിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ മന്ദബുദ്ധിയാകും. പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല. പഠിക്കാനുള്ള ബുദ്ധി ഉണ്ടാകത്തില്ല. അവരെ എടുത്തിട്ട് അടിക്കുകയോ ഇടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം മാതാപിതാക്കൾ ആർക്കെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ആത്മാവിനെതിരായിട്ടാണ് ദൂഷണം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രത്യാഘാതം ആരാ അനുഭവിക്കേണ്ടി വരുന്നത്? ആ പുറപ്പാട് 20:5 പൂർവ്വ ശാപം 3-4 തലമുറ വരെ ശിക്ഷിക്കപ്പെടും. മസിൽപിടുത്തവും 7 മുതൽ താഴോട്ട് വേദനയുള്ളവരുടെ കരങ്ങൾ എടുത്തുക. മസിൽപിടുത്തവും 7 മുതൽ താഴോട്ട് വേദനയുള്ളവരെ കർത്താവ് ഇപ്പോഴേ സുഖപ്പെടുത്തുന്നുണ്ട്. യേശുവേ നന്ദിയാണ്. നമ്മുടെ ശക്തിയോ കഴിവോ മഹത്വം എന്തെങ്കിലും കണ്ടാണോ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്? ആണോ? അല്ല. എളിമയുള്ള ഹൃദയം എവിടെ ഉണ്ടോ അവിടെ എല്ലാം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അഹങ്കാരമുള്ള ഹൃദയം എവിടെ ഉണ്ടോ അതെല്ലാം ചെതറിക്കപ്പെടും. കൂട്ടായ്മയിൽ ഉൾക്കൊള്ളാതെ വരുമ്പോഴേ അഹങ്കാരത്തിന്റെ അവസ്ഥയാണ്. അത് ചെതറിക്കപ്പെടും. കാരണം
സാവൂളിന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊടുക്കേണ്ട ആരെ അയച്ച്? അനന്യാസ് പ്രവാചകൻ. അനന്യാസിനെയാണ് സാവൂളിന്റെ ശിരസിൽ കരങ്ങൾ വെക്കാനായിട്ട് അയച്ചത്. അനന്യാസാരാണ്? സാവൂളാരാ? അതുകൊണ്ടാണ് അന്യാസ് ദൈവത്തോട് പറഞ്ഞത്, ദൈവമേ അവൻ ആരാണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ, അതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കൊന്നുകളയത്തില്ലേ? അപ്പോഴേ ഏതെങ്കിലും വ്യക്തികള് ഇതേപോലെ ആത്മാവിന്റെ ടച്ചിങ് നിന്ന് മാറി നിൽക്കേണ്ട തയ്യാറാകുന്നെങ്കിൽ പ്രശ്നമാണ്, ചെതറിക്കപ്പെടുക അവര്. അതുപോലെ പള്ളിയിലായിരുന്നാലും നമ്മുടെ കൂട്ടായ്മകളിൽ എവിടെയായിരുന്നാലും കൂട്ടായ്മകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥയാണ് കൈവപ്പ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ള അവസ്ഥ ഉണ്ടായിപ്പോയ വകുപ്പാകും. ഇന്നല്ലേ നാളെ നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് മാറും. ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്, കൂട്ടായ്മയിൽ നിന്നും കൈവ പ്രാർത്ഥന എന്നൊക്കെ മാറിയുന്ന ഒരു അപ്പച്ചൻ, ഇവിടെ തൊട്ട് പടിഞ്ഞാറസം താമസിക്കുന്ന അപ്പച്ചൻ പോയി കൊല്ലത്ത് വാടി കടപ്പുറത്ത് രാത്രി 12 മണിക്ക് എത്തിയത്. കടപ്പുറത്ത് ചെന്നിട്ട് പിന്നെയും നടക്കുക മുന്നോട്ട്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചതാ, പറഞ്ഞ അനുസരിച്ചില്ല. കൂട്ടത്തിൽ വരിക, കൂട്ടായ്മ വരിക എന്നൊന്നും പറഞ്ഞിട്ട് അനുസരിച്ച് പിന്നെ അവരില്ലയോ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള വകുപ്പൊന്നും വേണ്ട. കാരണം നമ്മൾ മനസ്സിൽ ഏതെങ്കിലും ഒരു നീരസം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും പ്രാർത്ഥനയിൽ നമ്മൾ കൂടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും നീരസം ഉണ്ടെങ്കിൽ, കാരണം അത് നമ്മളെ ശക്തമായിട്ട് സ്വാധീനിക്കും. അത് പള്ളിയിൽ തന്നെ ആയിരുന്നാലും നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോൾ ഏതെങ്കിലും നീരസത്തോടുകൂടിയാണ് കുർബാനയ്ക്ക് ചെല്ലുന്നെങ്കിൽ ആകെ വിഷയമായിട്ട് വരും. ഒറ്റ ഒരാൾ മതി, വെറുപ്പോ വൈരാഗ്യോ വിദ്വേഷത്തിലുള്ള ഒറ്റ ഒരാൾ മതി, അവിടെ 100 കണക്കിന് ആൾക്കാരെ മലിനപ്പെടുത്തി കളയും. അന്ധകാര ശക്തി പെട്ടെന്ന് വ്യാപരിക്കും. അങ്ങനെയാണ് അടിച്ച് പിരിയുന്നത്. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. അതുകൊണ്ടാണ് നമ്മള് കാണുന്നത് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, സത്യമായിട്ടും നാളെ നിങ്ങൾ പറയും. കാരണം ഒരു പ്രവാചക ദൗത്യത്തിലൂടെ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രദേശത്തുണ്ടെങ്കിൽ, അവര് കാരണം നിങ്ങൾക്ക് വരാനിരിക്കുന്ന ദുരിതങ്ങള് എന്ത് സംഭവിക്കും? ഒഴിഞ്ഞു പോകും, മാറിപ്പോകും. ആരുള്ള സ്നേഹത്തെ പ്രതിയാ? ഒരു പ്രവാചകനോടുള്ള സ്നേഹത്തെ പ്രതി ആ പ്രദേശത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മുടെ തങ്കമ്മയമ്മയ്ക്ക് പറയുമായിരുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ചെന്നപ്പം, ബ്രദറെ ഇവിടെ ഭയങ്കര കൊടുങ്കാറ്റടിച്ചായിരുന്നു. അവരുടെ അടുത്ത് ഞാനും കണ്ട് ഇങ്ങോട്ട് വണ്ടിയിൽ ഓട്ടോയിൽ കയറി വരുമ്പോഴേ ആ കയറി വരുന്ന വാതിലിന്റെ അവിടെയുള്ള റബ്ബറും തോട്ടം എല്ലാ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുന്നു. വെട്ട് തുടങ്ങിയ റബ്ബറാ, ഒറ്റ ഒരെണ്ണം പോലും ഇല്ല നേരെ നിൽക്കുന്നു. ഇവരുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് റബ്ബർ മരങ്ങൾ നിൽപ്പുണ്ട്, അപ്പുറം ഇപ്പുറമൊക്കെ. അതിന്റെ ഒരു ഇല പോലും പോയില്ല. അവിടെ ഇവിടെയായിട്ടുള്ള വ്യത്യാസം എന്തുവാ? കാറ്റൊന്നുപോലല്ലേ അടിക്കുന്നു. കർത്താവ് പറഞ്ഞില്ലയോ, നീ കാരണം വെട്ടുക്കിളിയെ ഞാൻ ശാസിക്കും, കാറ്റിനെ ഞാൻ നിയന്ത്രിക്കും. അതാ സംഭവിക്കുന്നത്. അപ്പോഴ് ദൈവീകമായിട്ടുള്ള ദൈവാത്മാവിന്റെ പ്രചോദനത്താല് ഏതെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് ലഭിക്കുന്നെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാറുകയാണ്. അതിന് ഏതെങ്കിലും രീതി എതിരായിട്ട് തീർന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ശൂന്യമാകുക. കാരണം എന്ന് പറഞ്ഞാൽ ആരാ അവിടെ എതിർക്കുന്നത്? ദൈവത്തിനെതിരായിട്ടാണ് അവിടെ എതിര് വരുന്നത്. ദൈവത്തിനെതിരായിട്ട് മാറിക്കഴിഞ്ഞാൽ കർത്താവ് പറയുന്നില്ലേ, നിങ്ങള് ഒരിടത്ത് പീഡിപ്പിക്കുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പൊയ്ക്കൊള്ളുക, ഒരിടത്ത് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നിങ്ങൾ ഓടിപ്പോയിക്കൊള്ളുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോഴേ ആത്മീയമായിട്ടുള്ള വ്യക്തികളെ വഴക്കിടാനോ ഇടിക്കാനോ നിൽക്കത്തില്ല. വേണ്ടാന്നൊരിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അവിടുന്ന് മാറിപ്പോകും. ഗസറിയ പ്രദേശത്ത് കർത്താവ് ചെന്ന് കഴിഞ്ഞപ്പോഴ്
അവിടെ ഉണ്ടായിരുന്ന ആട്ടിടയന്മാരെല്ലാവരും കൂടെ വന്ന് പന്നിയെ തീറ്റുന്നവരും വന്നിട്ട് പറഞ്ഞ് ഈ മന്ത്രവാദി ഇവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇവിടെ വേണ്ട ഇയാളെ. എന്താ അത് പറയാൻ കാരണം? അവിടെ പന്നികളെല്ലാം കൂടെ കടലിൽ പോയി ചാടി. കർത്താവ് അവിടെ ചെന്നപ്പോഴ് പന്നികളെല്ലാം കടലിൽ ചാടുന്ന കണ്ടു കഴിഞ്ഞപ്പോഴ് അവിടുത്തെ പ്രദേശവാസികളെല്ലാം കർത്താവിനെ കണ്ടത് മന്ത്രവാദിയായിട്ട്. അവിടുന്ന് തന്നെ കർത്താവ് എങ്ങോട്ടാ പോയേ? അവിടുന്ന് എങ്ങോട്ട് പോയായിരുന്നു? കെസറിയായിരുന്നു. ബൈബിള് ജീവിതത്തിൽ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അവിടുന്ന് പിന്നെ പോയത് സിക്കാർ പട്ടണത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഗസ്രിയെന്ന് ഓടിച്ചു കഴിഞ്ഞപ്പോഴ് സിക്കാർ പട്ടണത്തിലുള്ളവർ പറയുന്നത് കർത്താവെ അങ്ങ് പോകരുത്, അവിടെ വേണ്ട, പൊയ്ക്കോളാൻ പറയുന്നു. വേറെ ചെന്നിടത്ത് പറയുന്നു കർത്താവെ നീ പോകരുത്. എന്താ കാര്യം? എന്റെ കാര്യം എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ട്. അവിടെ നിന്ന് പറഞ്ഞ് കേട്ടവര് വന്ന് ഈശോയെ കണ്ട്. അത് ഈശോയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴ്, ദൈവസാന്നിധ്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴ് സിക്കാർ പട്ടണത്തിലുള്ളവര് പറഞ്ഞ് കർത്താവെ നീ ഇവിടുന്ന് പോകരുത്, ഞങ്ങളുടെ കൂടെ തന്നെ നീ ആയിരിക്കണം. അതിന്റെ മഹത്വം അവർക്കറിയാം. അതുണ്ടായിരുന്നതിന്റെ മഹത്വം അതാണ് റോമ 10:15 പറയുന്നത്. സുവിശേഷം പ്രഘോഷിക്കുന്നതിനുള്ള പാദം എത്ര സുന്ദരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ 2 വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ പള്ളിയിലൊരു സംഭവം നടന്നു. ഇവിടെ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു. രാവിലെ എല്ലാവരും കൂടെ വന്നിട്ട് ശിലോപാത പോകാനായിട്ട് മൈക്കൊക്കെ വണ്ടിയെ വെച്ച് കെട്ടി പോകാനായിട്ട് ഇരിക്കും. അന്നേരം മഴയും മഴക്കോളമൊന്നും ഇല്ല. അപ്പൊ ഞങ്ങളാണ്ട് കുറച്ച് പേരെ അവിടെ ഉള്ളു. അപ്പൊ അന്ന് അവിടെ കൈക്കാരനായിട്ടുണ്ടായിരുന്ന വ്യക്തിയോട് ഞാൻ പറഞ്ഞ് ഇന്ന് പുറത്ത് പോകണ്ട, ഇവിടെ വെച്ച് തന്നെ ശിലോപാത നടത്താം. ഇവിടെ എല്ലാവരുടെ പരസ്പരം മുഖത്തോടെ മുഖം നോക്കി. ഇവര് പറഞ്ഞ് ഇത്രയും കാശൊക്കെ മുടക്കി മൈക്കുമൊക്കെ വണ്ടിയെ വെച്ച് കെട്ടി ശിലോപാത പോവാതെ എങ്ങനെ ശരിയാകുന്നു? എന്തായാലും ഞാനും കുടുംബവും ഇറങ്ങി അവിടെ മുട്ടുകൂട്ടി നിന്നു. ഇത് കേട്ട വേറെ 1-2 പേരുണ്ടായിരുന്നു. അവരും അവിടെ നിന്ന്. അവരിറങ്ങിയില്ല. ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഇറങ്ങി അവിടുന്ന് അപ്പുറത്തെ ആ ജംഗ്ഷനിലൂടെയാണ് കറങ്ങി വരുന്നത്. എന്തായാലും ആ ജംഗ്ഷൻ വരെ ചെല്ലാനായിട്ട് അനുവദിച്ചില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ആ ജംഗ്ഷനിലേക്ക് ചെല്ലുന്ന ആ സ്ഥലം അടുത്തപ്പോഴത്തേക്ക് ആ തുമ്പിക്കൈ വണ്ണത്തിലുള്ള മഴ പെയ്യാണ്ട് വരിക. അതിഭയങ്കരമായ മഴ. ഏതാണ്ട് 2.5 മണിക്കൂറോളം ആ മഴ നീണ്ടു നിന്നു. ആ നല്ല രീതിയിൽ ഉണങ്ങി നിന്ന ആളന്മാര് ഇത് പറഞ്ഞനുസരിക്കാതെ പോയിട്ട് ഈ കോഴി നനഞ്ഞു കയറി വരുന്ന പോലെ എല്ലാവരും നനഞ്ഞു കയറി വന്നിട്ട് അവര് പറയുന്നത് നമ്മുടെ സഹനങ്ങള് ദൈവം സ്വീകരിച്ചു. മഴ നനഞ്ഞാണോ സഹനം? ഇവിടെ നേരത്തെ തന്നെ ദൈവം മുന്നറിയിപ്പ് കൊടുത്തില്ലേ, അരുത്, പോകരുത്, അനുസരിച്ചോ? എന്നാൽ ആ വാക്ക് കേട്ടവര് നനഞ്ഞൊന്നുമില്ല, അതിനകത്ത് തന്നെ നിന്നിരുന്നു. കാരണം ഇന്നിപ്പോഴേ ഇതൊരു പ്രദർശനമായിട്ട് മാറിയിരിക്കുക, ഭക്തി കൊണ്ടൊന്നുമല്ല. അതുകൊണ്ടാണ് കറുപ്പ് ഞായറാഴ്ചയും പിന്നെ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ശിലോപാതയ്ക്കൊക്കെ പോകുമ്പോഴേ കറുത്ത പിന്നെ ബ്ലൗസ്, വെളുത്ത സാരി, പിന്നെ ചിലര് മൊത്തം വെള്ള, ഇതെല്ലാം ഇട്ടുകൊണ്ടാണ് റോഡ് നീളെ ഇറങ്ങുന്നത്. ആർക്ക് ശല്യം ഉണ്ടാക്കാം? ഇല്ലേ, വഴിയാത്രക്കാർക്ക് എങ്ങനെ നമ്മളെ കൊണ്ട് ശല്യം ഉണ്ടാക്കാനായിട്ട് പറ്റുമോ ആ രീതി നമ്മൾ ശല്യം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് ശിലോപാതയെല്ലാം കഴിഞ്ഞതിന് ശേഷം കാണികളെല്ലാം പറയും, ദൈവമേ എന്തിരെ ഭക്തിയെ, എന്തിനുമാത്രം വിശ്വാസം. പിറ്റേന്ന് രാവിലെ മുതൽ അവിടെ നോക്കുമ്പോഴേ ഇന്നലെ പോയ അതേ വഴി കൂടെ തുണിയില്ലാതെ പിറ്റേന്ന് പോകുന്നു. ആ ഇന്നലെ പോയ ആളന്മാരാണ് തുണി ഉരിഞ്ഞ് തലയെ കെട്ടിക്കൊണ്ട് അതേ വഴി കൂടെ തന്നെ പോവുക. വെള്ളമടിച്ച് ലക്ഷ്യലകാനും ഇല്ലാതെയാണ് അതിലെ പോകുന്നത്. കർത്താവ് പറഞ്ഞില്ലേ, ഈ ജനം വിജാതിയുടെ ഇടയില് എന്റെ നാമം ദുഷിപ്പിക്കും. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാണോ? ഞാൻ പറഞ്ഞില്ലേ, ഒരു കറുപ്പ് ഞായറാഴ്ച എനിക്ക് വലിയ സന്തോഷമുണ്ടായ ദിവസമായിരുന്നു. കറുപ്പ് ഞായറാഴ്ച എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അന്നത്തെ ദിവസം. ആ കറുപ്പ് ഞായറാഴ്ച ദുഃഖാചരണം. അതുകൊണ്ടാണ് നമ്മള് ഇത്തരത്തിലുള്ള കുരിശ്
വെച്ചിട്ട് തോളെ വെച്ചിട്ടുണ്ട് കർത്താവിനെയും കളിയാക്കിക്കൊണ്ട് റോഡ് നീളെ നടക്കുക. അത് നിയന്ത്രിക്കാൻ കുറെ മേധാളന്മാര് അവരിങ്ങനെ കൈയിങ്ങനെ വിരിച്ചു പിടിച്ചോണ്ടാ അങ്ങനെ കറങ്ങി നിൽക്കുന്നു. ഇവിടെ ഈ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞപ്പോഴേ ആഹപ്പാടെ 10 പേരേ ഉള്ളു. ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞപ്പോഴേ തെക്കുന്നും വടക്കുന്നും എല്ലാം വരുന്ന വണ്ടികളെല്ലാം തടഞ്ഞു നിർത്തുക. അദ്ദേഹത്തിന് മുമ്പിൽ കിടക്കുന്ന വണ്ടി ഒരു കാറായിരുന്നു. അതേ ഒരു പൂർണ്ണ ഗർഭിണി ഉണ്ടായിരുന്നു. അവര് വേറൊരു ആശുപത്രിയിൽ നിന്ന് വിട്ടിരിക്കുക തിരുവനന്തപുരത്ത് പോവാൻ. എത്രയും പെട്ടെന്ന് മണിക്കൂറുകൾക്ക് അവിടെ എത്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നു. ആ വണ്ടിയാ ഈ ചേട്ടച്ചാര് തടഞ്ഞു നിർത്തിയിരിക്കുന്നു. അതേന്ന് വണ്ടിയിലിരുന്ന ആ സ്ത്രീയുടെ ഭർത്താവ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ കയ്യും പിരിച്ച് പിടിച്ച് നിന്നവന്റെ മൂക്കിറങ്ങി ഒരു അടി വെച്ചു വിടും. ഇന്നവനവിടെ ഇങ്ങനെ കറങ്ങി പോയി അവിടെ ഉരുണ്ട വീഴും. വീണേച്ച് കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ പകുതി കറുപ്പ് ഞായറാഴ്ചക്കാർ ഇപ്പുറത്തെ കിടക്കുന്നു, പകുതി അപ്പുറത്ത്. വണ്ടികളെല്ലാം പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ ചിന്തിക്കണ ഒരു കാര്യം, വണ്ടിയെ യാത്ര ചെയ്യുന്നവരുണ്ട്, മണിക്കൂറുകൾക്കകം എത്തിച്ചേരേണ്ട സ്ഥാനത്ത് എത്തേണ്ടവരുണ്ട്, ആശുപത്രിയിൽ പോകേണ്ടവരുണ്ട്, ട്രെയിൻ കിട്ടേണ്ടവരുണ്ട്, പ്ലെയിനേലെത്തേണ്ടവരുണ്ട്. ഇവരെല്ലാം തടഞ്ഞു നിർത്തുന്ന അല്ല നമ്മുടെ ശിലോഭാവനയോ പ്രതീക്ഷണമോ പ്രാർത്ഥനയോ ഒന്നും. അവിടെ ഒരിക്കലും ദൈവം പ്രസാദിക്കത്തില്ല. നിന്റെ മനസാക്ഷിയാണ് യഥാർത്ഥ ശിലോഭാവനയും പ്രാർത്ഥനയും പ്രതീക്ഷണമൊക്കെ. എന്റെ ജീവിതമാണ് ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ക്ഷമയോടും സ്നേഹത്തോടും സമാധാനത്തോടും കൂടിയൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഒരു കൂട്ടര് ചെണ്ടമേളം നടത്തുമ്പോൾ അടുത്തോട്ടൊരു പിന്നെ ബാൻഡ് മേളം നടത്തും. അതിന്റെ ഇപ്പുറത്ത് അതിനേക്കാൾ വലിയ വീക്ക് ചെണ്ട. ഒരു കാരണവശാലും റോഡിലൂടെ പോകാനോ വരാനോ സാധിക്കത്തില്ല. ഈ കിഴക്കോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ ഒക്കെ ഇതുപോലെ പെരുന്നാളും ഒക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാല് എത്രമാത്രം ജനങ്ങളാ മരിക്കുന്നത്, എത്രമാത്രം ജനങ്ങൾക്ക് ജോലി കിട്ടാതെ പോകുന്നത്, സമയത്തിന് ചെന്ന് എത്താനൊക്കാതെ പോകുന്നു. ഇതിനൊക്കെ സൈഡ് നിൽക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. ആര് പറഞ്ഞു? അച്ഛൻ പറഞ്ഞു, അല്ലെ സംഘാടകര് പറഞ്ഞു. അവര് നിയന്ത്രിക്കേണ്ട കാര്യമുള്ളതല്ലേ. കാരണം ഈശോ പറയുന്നത് ഒരിക്കലും ഞങ്ങള് ജയിൽ മിനിസ്ട്രിക്ക് ജയിലിൽ ചെല്ലുമ്പോഴ് അവിടെ കോടതിയുടെ അവിടെ ചെല്ലുമ്പോൾ ഒരുവിധപ്പെട്ട ആൾക്കാർ എന്റെ കൂടെയുള്ളവര് റോഡിൽ നടക്കുന്ന പ്രാർത്ഥിക്കും. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങള് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഒരിക്കലും മറ്റുള്ളവർക്ക് അത് ഉപദ്രവമാകരുത്, ഒരിക്കലും അത് ഉപദ്രവമാകരുത്. അതുകൊണ്ട് നമ്മള് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ ജയിലിൽ കയറാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതാണ് ജയിലിലേക്ക് കയറുന്നത്. അങ്ങനെ സൈഡിൽ മാറിയെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോഴേ ഈ തിരിച്ചറിവുള്ള ഓരോരുത്തരും അതിന് നമ്മള് സഹകരിക്കാനായിട്ട് തയ്യാറാകരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല നമ്മുടെ ഭക്തി പ്രകടമാക്കുന്നത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടോ പ്രയാസമോ കൊടുത്തുകൊണ്ടല്ല നമ്മുടെ ഭക്തി പ്രകടിപ്പിക്കേണ്ടത്. മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടാണ്. ഒരു വേദനിച്ച് വരുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് പോകാനുള്ള ഇടം കൊടുക്കുക. എവിടം വരെ അവരെ കൊണ്ടുവന്ന് വിടാൻ സാധിക്കുമോ അതിന് നമ്മൾ അവർക്ക് വഴിയൊരുക്കി കൊടുക്കുക. നിന്റെ വാഹനം ഉണ്ടെങ്കിൽ തളർന്നു വരുന്ന ഒരാളെ കയറ്റിക്കൊണ്ട് പോയി അവിടെ കൊണ്ടുവന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുക. ഇതൊക്കെയാണ് ഭക്തിയുടെ പ്രവർത്തനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മള് ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമൊന്നും ആകരുത്. അതുപോലെ തന്നെ ഇന്ന് ഒരു പ്രത്യേക ദിവസം, ഏത് ദിവസമായിരുന്നു? ഔസേപ്പിതാവിന്റെ മരണത്തിരുന്നാളാണ്. കടമുള്ള ദിവസമാണോ? ആണോ? ആ കാശ് മേടിച്ചിട്ടുള്ളവർക്ക് കടവ. കാശ് മേടിച്ചിട്ടുള്ളവർക്ക് കാണുമെല്ലാം മൊത്തം കടം. ഔസേപ്പിതാവിന്റെ മരണത്തിരുന്നാളാകട്ടെ അന്നും കടം. മൊത്തം കടവ. ഈ കടവെന്തിനാ പറഞ്ഞിരിക്കുന്നത്? ഇന്ന് വരെയും പള്ളിയിൽ കയറാത്ത ആളന്മാര് ആ ഒരു ദിവസമെങ്കിലും, അതാ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു, പെസഹാകാലത്തോ ദുഃഖവെള്ളിയാഴ്ചയെങ്കിലും കുമ്പസാരിക്കുകയോ മൊത്തം കുർബാനയിൽ പങ്കെടുക്കുകയോ ചെയ്യണം. ഇല്ലെങ്കിൽ അത് കടവാന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ കടവാ അത്? ചെന്നില്ലെങ്കിൽ പ്രശ്നം വല്ലതും ഉണ്ടോ? ഈ കടം പറഞ്ഞിരിക്കുന്നത് കടം തീർക്കാനാണ് നമ്മുടെ പള്ളിയിൽ ചെല്ലുന്നത്. കടം തീർക്കാൻ ചെല്ലുന്നവർക്ക് അനുതാപം എങ്ങനെ ഉണ്ടാകും? എങ്ങനെ അനുദവിക്കും? എങ്ങനെ മാറ്റം വരും? കടം തീർക്കാനായിട്ടല്ലേ ചെല്ലുന്നേ. അവിടെ മറ്റ് പ്രാധാന്യമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഇപ്പോഴേ
നെറ്റിയിലും തലയിലും അതീവ ശക്തമായിട്ട് വേദന അനുഭവപ്പെടുന്ന മക്കളുണ്ട് ഈ കൂട്ടത്തില്. വേറെ സ്ഥലത്ത് പോവുകയാണ് എന്ന് പറഞ്ഞിന്ന് പ്രാർത്ഥന വന്നവര് കാര്യങ്ങൾ എഴുതുക. വേറെ സ്ഥലത്താണ് പോകുന്നത് എന്നും പറഞ്ഞ് പ്രാർത്ഥന കൂട്ടായ്മയിൽ വന്നിരിക്കുന്നവര് കരങ്ങൾ ഉയർത്തുക. 2, 3, 4 പേര് വേറെ സ്ഥലത്ത് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. 5 പേരോളോ പ്രാർത്ഥനയ്ക്ക് വരുവാന്നും പറഞ്ഞല്ല, വേറെ ബന്ധുക്കളുടെ കല്യാണത്തിനോ അടിയന്തരത്തിനൊക്കെ പോവാന്നും പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. നന്ദി. ഇന്ന് ഇവിടെ ടീമിലുള്ള നമ്മുടെ അർത്തിങ്കൽ എന്ന് വരുന്ന ജോസഫ് ബ്രദറൊക്കെ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചത് എത്ര വർഷം? 2 വർഷം. ആ 2 വർഷമായി അവര് ഈശോയെ രക്ഷയും നാഥനുമായിട്ട് സ്വീകരിച്ചിട്ട്. അപ്പൊ ജോസഫും പെണ്ണുപിള്ളവർക്ക് വരിക, അവർക്ക് വേണ്ട പ്രാർത്ഥിക്കണം. ഇനിയിപ്പോ കുരിശുമല നടന്നു പോകുന്നവര് കുരിശുമല നടന്നു പോകും. എല്ലാവരും അവിടെ തിരിച്ച് ഇവരുടെ നേരെ കരങ്ങൾ നീട്ടി പിടിക്കുക. ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് അവർ സ്വീകരിച്ചിട്ട് ഇപ്പൊ 2ാമത്തെ വർഷം, അതായത് മുട്ടായി ഉള്ളത് നമ്മൾ പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി. ഇപ്പോഴേ നമ്മള് ഇവരുടെ വലിയ മെഴുകുതിരി നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഇവിടെ വലിയ മെഴുകുതിരി നിങ്ങൾക്ക് വെള്ള മെഴുകുതിരിയാണത് ഉള്ളത്. അത് എപ്പോഴും അതായിരിക്കത്തില്ല. കാരണം വെള്ളം മെഴുകി കൊണ്ട് നമുക്ക് മെഴുകുതിരി ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം 1 കിലോയ്ക്ക് 140 രൂപയാണ് വില. അപ്പോൾ 140 രൂപ 1 കിലോയ്ക്ക് കൊടുത്ത് മേടിച്ച് വെള്ളം മെഴുകുതിരി ഉണ്ടാക്കി പോകാനൊന്നും പറ്റില്ല. ഒരു കാരണവശാലും അത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ മെഴുകുതിരി ആവശ്യപ്പെട്ടതനുസരിച്ച് നിങ്ങൾക്കിവിടെ കിട്ടുന്ന വെള്ളം മെഴുകി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന തിരിയാണ് അത് ആവശ്യമുള്ളവർ മേടിക്കുക. നിങ്ങളുടെ പ്രേക്ഷകർ പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ തന്നെ. കാരണം നിങ്ങൾ നിങ്ങളുടെ വളരെ കരങ്ങളെ ശിരസിൽ വെക്കാനായിട്ട് പറയുമ്പോൾ ഈശോയുടെ കരമാണ് നിങ്ങളുടെ ശിരസിൽ വെച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യമാണ് വേണ്ടത്. കർത്താവ് തന്നെയാണ് നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെക്കുന്നത്. അപ്പോഴേ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിരിക്കുന്ന ജല ആശീർവാദത്തിലൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ 3 മണിക്ക് പ്രാർത്ഥിക്കുന്നവര് കിട്ടുന്ന അനുഭവങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നിങ്ങളെ സാക്ഷ്യപ്പെടുത്താനായിട്ട് മടിക്കരുത്. 3 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കുന്നവർ കിട്ടുന്നു. അതായത് വരാനിരിക്കുന്ന വിപത്തുകളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന കർത്താവ് മുന്നറിയിപ്പ് തന്നിരിക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥനയോട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോയെ അവിടുത്തെ തിരുമുറിവിൽ എന്നെ മറക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവിക സംരക്ഷണമാണ് അവിടെ ആവശ്യപ്പെടുന്നത്. ഏതെങ്കിലും വരാനിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ 3 മണിക്കുള്ള പ്രാർത്ഥനയും ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ പ്രാർത്ഥന. അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ ആഴ്ച അതിനു മുമ്പെയൊക്കെ പറഞ്ഞ് ബുക്കിൽ പേരെഴുതിയായിരുന്നു പൈസ കൊടുക്കുന്ന കാര്യത്തിന്. ആ പേരെഴുതിയിട്ടുള്ളവര് അവിടെ പൈസ കൊടുത്ത റെസിപ്റ്റ് മേടിക്കുക. അതിപ്പോ നിങ്ങൾ കിടന്ന് സെക്കൻഡ് തിരക്കൊന്നും ഉണ്ടാക്കരുത്. നിങ്ങൾ ആ പൈസ കൊടുത്തിട്ട് റെസിപ്റ്റ് മേടിക്കുക, തിരക്കുണ്ടാക്കാതെ. അപ്പൊ നിങ്ങളെല്ലാവരും തന്നെ ഇവിടെ ഉച്ചാരണ പ്രാർത്ഥനയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളവര് കൈവപ്പ് പ്രാർത്ഥനയ്ക്കായിട്ട് നിൽക്കണ്ട. അവര് അവിടെ നേരെ ഈ ഭാഗത്തെ കസേര ഇട്ടിരിക്കുന്നത് നിങ്ങൾ വരണം. ഉച്ചാരണ പ്രാർത്ഥനയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നവര് ഇവിടുന്ന് എല്ലാവരും കൂടെ ഇവിടെ കിടന്ന് വിരകരുത്. അങ്ങോട്ട് ഇവിടെ നിന്ന് കിടന്ന് വിരകരുത്. നിങ്ങൾ ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് ഇപ്പോഴേ ഈ ഭാഗത്തിരിക്കുന്നവരെല്ലാം എണീക്കുക. എല്ലാവരും കൂടെ കരങ്ങൾ നീട്ടി പിടിക്കുക. യേശുവിൽ കൗൺസിലിങ്ങിന് പേര് കൊടുക്കാനുള്ളവര് കൗൺസിലിങ്ങിന് പേര് കൊടുക്കുക.